ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടാണ്. 2-3 ദിവസങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെയും തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ചില അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റേതായ ചില കാഴ്ചപ്പാടുകളും നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളെയോ മതത്തെയോ മതസംഘടനകളെയോ ഒന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോ താറടിച്ച് കാണിക്കുന്നതിനോ അല്ലെങ്കിൽ മോശക്കാരായി അവതരിപ്പിക്കുന്നതിനോ അങ്ങനെ യാതൊരുവിധ ഉദ്ദേശ ലക്ഷ്യങ്ങളോ നമുക്കില്ല. യഥാർത്ഥത്തിൽ ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുടെയൊക്കെ തുടക്കം കുറിക്കുന്നത് വിസ്ഡം എന്ന് പറയുന്ന മതസംഘടനയുടെ നേതാവായിട്ടുള്ള TK അഷ്റഫ് സാഹിബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലൂടെ ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടേതായ വിയോജിപ്പ് രേഖപ്പെടുത്തി അവിടെ മുതലാണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും സഹകരിക്കില്ല എന്ന അർത്ഥത്തിലുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. തികച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെതിരായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ ഇതിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു സബ്ജക്റ്റിൽ മതം കലർത്തിക്കൊണ്ട് ഒരു വിവാദം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഏതൊക്കെയോ നിലക്ക് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തെ മറികടക്കുക, അത് മതത്തിൻ്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മറികടക്കുക, അതിനെതിരെ ചെയ്യുക എന്ന ഒരു ചിന്താഗതിയും ഇതിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകർത്താക്കളാണ് അവർ. വ്യക്തിപരമായി നമുക്ക് അവരോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകർത്താക്കൾ എന്നുള്ള നിലക്ക് അവരെ അംഗീകരിക്കലും അവരുമായി സഹകരിക്കലും നമ്മുടെ ബാധ്യതയാണ്. മതപരമായി ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി പല പല കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷേ ഈ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ തികച്ചും വ്യക്തിപരമാണ്, അവരുടെ സ്വകാര്യമാണ്. അതൊരിക്കലും തന്നെ ഭരണം നടക്കുന്ന സർക്കാരിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി മാറരുത്. വ്യക്തിപരമായി ഏത് മതം സ്വീകരിക്കാനും ഏത് മതം അനുഷ്ഠിച്ച് ജീവിക്കാനും ഏത് മതം ഉപേക്ഷിക്കാനും മതമില്ലാതെ സ്വതന്ത്രനായി ജീവിക്കാനുമൊക്കെ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരിക്കൽ പോലും ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ആയിത്തീരാനും പാടില്ല. ഭരണകർത്താക്കൾ എല്ലാ മതസ്ഥരിലെയും ആത്മീയ നേതാക്കന്മാരെ അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തെയൊക്കെ മാനിക്കുകയും അവരോട് കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കലും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പരസ്യമായി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് സുംബ ഡാൻസ് എന്ന് കേട്ടപ്പോഴത്തേക്ക് അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അടിച്ചു നോക്കിയപ്പോൾ അവർ കണ്ട ഡാൻസ് എന്ന് പറയുന്നത് വേറെ പല ഡാൻസുകളുമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ആ ഒരു അൽഗോരിതം അനുസരിച്ച് അവരുടെയൊക്കെ പ്ലേലിസ്റ്റിൽ വന്ന വീഡിയോകൾ ചിലപ്പോൾ വേറെ വല്ലതുമായിരിക്കും. അതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്തെന്നറിയില്ല, പാടെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഏത് മതങ്ങളിലെയും യാഥാസ്ഥിത വിഭാഗം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള മനുഷ്യൻ്റെ പുരോഗതി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഏതേതു പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണുന്നൊരവസ്ഥയാണ് നാളിതുവരെ നമുക്കുണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ഒരുപാട് തവണ ഈ ചർച്ചകളിലെല്ലാം തന്നെ കേട്ടൊരു കാര്യമാണ്, കേരളത്തിൽ എഴുത്ത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസം പോലും സ്ത്രീകൾക്ക് ഹറാമായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ടതില്ല. അവരുടെ ഒരു മേഖല എന്ന് പറയുന്നത് വീട്ടിലെ അടുക്കളകളിലാണ്. അവരവരുടെ ഭർത്താക്കന്മാരുടെ മക്കളെ പോറ്റി വളർത്തി ആ 4 ചുമരുകൾക്കുള്ളിൽ താമസിക്കുന്ന, അങ്ങനെ അവരുടെ ജീവിതം ആ കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി ഹോമിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു പല കുടുംബങ്ങളിലും ഉണ്ടായിരുന്നത്. അതിനൊക്കെ വ്യത്യാസം കുറിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള പ്രാകൃതമായ ചിന്താഗതികളൊക്കെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കി അവരുടെയൊക്കെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയത്. എഴുത്ത് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്നതിന് പുറമെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നരകത്തിലെ ഭാഷയാണെന്നും അത് പുരുഷനും സ്ത്രീയും ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം വരെ എടുത്ത കാലഘട്ടം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇരുണ്ട നാളുകളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന
കാണപ്പെടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2025 ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ, അതും അധ്യാപകരാണ് പോലും, അധ്യാപകരായ ആളുകൾക്ക് പോലും ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ സുംബ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്പവസ്ത്രധാരികളായി സ്ത്രീയും പുരുഷനും അഥവാ ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിളായി ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സുംബ ഡാൻസ് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, അവർ എത്രയോ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ധരിച്ച ആ യൂണിഫോമിൽ തന്നെയാണ് ഈ പറയുന്ന സുംബ ഡാൻസ് ചെയ്യുന്നത്. ഈ സുംബ ഡാൻസ് ചെയ്തതിൻ്റെ പേരിൽ ഈ നാളുകളിലൊന്നും തന്നെ ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പടിപടിയായി സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് ആലോചനകൾക്കും പഠനങ്ങൾക്കും ഒക്കെ വിധേയമായി ശേഷമാണ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സുംബ ഡാൻസ് നമുക്കൊക്കെ അറിയാം, അതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. മനുഷ്യൻ്റെ ഹെൽത്തി ആയിട്ടുള്ള അവൻ്റെ ഒരു അവസ്ഥക്ക് പാഠ്യപദ്ധതിയിൽ തന്നെ സാധാരണ ബുക്കുകളിൽ ഒതുങ്ങിപ്പോകുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് വിദ്യാഭ്യാസം നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന തരത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ പുരോഗമനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ. അത് തുടങ്ങേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. വിദ്യാലയങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ അതൊരു ഡാൻസ് രൂപത്തിലായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും കാതലായ പ്രശ്നം ഇവർ എക്സസൈസ് ചെയ്യുന്നതോ ഡാൻസ് ചെയ്യുന്നതോ ഒന്നും അല്ല. ആണും പെണ്ണും, ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിളാക്കപ്പെടുന്നു, അവർ അല്പവസ്ത്രം ധരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ മ്യൂസിക് ഉണ്ട് എന്നുള്ളതാണ്. ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഷെയ്ത്താൻ കുരിശ് കണ്ട പോലെയെന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവർക്ക് മ്യൂസിക്കിനോട്. എന്നാൽ യഥാർത്ഥത്തിൽ മ്യൂസിക്കിനോട് ഇവർക്ക് അങ്ങനെ ഉണ്ടോ? എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ചില പണ്ഡിതന്മാരുടെ കൂടെ ഞാൻ മുൻകാലങ്ങളിൽ കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ യാത്രകളിലൊക്കെയും തന്നെ അവരൊക്കെ പാട്ടുകൾ പാടുന്ന ഒരു അവസ്ഥയൊക്കെ, പാട്ടുകൾ പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേ ആലോചിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഇത്തരം സാഹചര്യത്തിൽ ആ ആലോചന കൂടുതൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്താ കാര്യം? ഈ പാട്ടുകൾ ഇവർ സ്വയം എഴുതി ഉണ്ടാക്കിയ പാട്ടല്ല. ഈ പാട്ട് ഇന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് അവർ പാടണമെങ്കിൽ ഒന്നുകിൽ ആ സിനിമ കാണുകയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ ടി വിയിലൂടെയോ ആ പാട്ട് അവർ കേൾക്കണമല്ലോ. ആ പാട്ട് കേൾക്കാതെ അവർക്ക് സ്വയം വഹിയൊന്നുമില്ലല്ലോ ആ പാട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് അവർക്ക് പാടാനായിട്ട് ഇല്ല. അപ്പോൾ അവരത് കേൾക്കണം. അപ്പോൾ അവർ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇവർ എന്താ പറയുക, ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് മ്യൂസിക് ഹറാമാണ്. അതുകൊണ്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം നിർവഹിച്ച ആളുകൾ മ്യൂസിക് ഇല്ലാത്ത പാട്ട് ഈ പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി അവർ അത് പാടുക, ആ ഗായകരെ കൊണ്ട് എക്സ്ട്രാ പേ ചെയ്യിപ്പിച്ച് പാടുകയും എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകം ഒരു FM ചാനൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ടി വിയിലൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് മ്യൂസിക് ഇല്ലാതെ കേൾപ്പിക്കുകയും എന്നിട്ട് ഇവർ ബൈഹാർട്ട് ആക്കിയതൊന്നുമല്ലല്ലോ. മ്യൂസിക്കോട് കൂടിയ പാട്ട് കേൾക്കുകയും അത് ആസ്വദിക്കുകയും അത് മനസ്സിലേക്ക് കയറുകയും മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണരുകയും അത് അറിയാതെ അവനിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇവർക്ക് മ്യൂസിക് മാത്രമാണ് ഹറാം, പാട്ട് ഹറാമല്ല. ഈ മ്യൂസിക്കുള്ള ഹറാമിൽ നിന്ന് ഈ പാട്ട് പഠിക്കാനായിട്ട് എത്ര തവണ ആ മ്യൂസിക് കേട്ടിട്ടാണ് ആ പാട്ട് പഠിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇതൊക്കെ വ്യക്തിപരമായുള്ള ജീവിതത്തിൽ ഇവർ കൊണ്ട് നടക്കുകയും അത് പാടുകയും ചില കോമഡി സീനിലുള്ള സീനുകളൊക്കെ ഇവർ ഡയലോഗുകൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെയും പ്രിയപ്പെട്ടവർ ഇവർ കാണുന്നുണ്ട്. ഇത് കാണാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇത് കേൾക്കാതെ ഇന്ന് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ പിന്നെ എന്തിനാണ് ഈ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ കൺഫ്യൂഷനിലാക്കുന്നു. അതുപോലെ തന്നെ സർക്കാരുകളെ ഇത്തരത്തിൽ അവരുടെ വിലപ്പെട്ട സമയം, അധ്യാപകരുടെ വിലപ്പെട്ട സമയം, നമ്മുടെ സാധാരണ ജനങ്ങളുടെ വിലപ്പെട്ട സമയം ഇതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കുന്നത് എന്തിനാ? ആരെ കാണിക്കാനാ? ഇതൊക്കെ വെറും മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലേ? അതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളും ഒക്കെ പഠിക്കുന്ന സമയത്ത് PT എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ നമുക്ക് ആകെ ഉണ്ടാവില്ല എന്താണ്, ഒന്നുകിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഒരുപാട് ഡെവലപ്പായി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുകയും ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും. അതുപോലെ തന്നെ ഈ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ PT സാറ് എന്ന് പറയുമ്പോൾ വലിയൊരു ചൂരലും പിടിച്ചിട്ട് വരുന്നൊരവസ്ഥയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് ആ PT സാറിൻ്റെ മുഖമൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഭയങ്കര പേടിയാണ്. നിങ്ങൾക്കും ഉണ്ടാവും അത്തരത്തിലുള്ള അനുഭവം. എന്നാൽ ഇന്നത്തെ PT സാറൊന്നും അങ്ങനെയല്ല, വളരെ ഫ്രണ്ട്ലിയാണ്. അതേപോലെ തന്നെ അധ്യാപകരും ഇന്ന് അങ്ങനെയല്ല.
ചൂരൽ കൊണ്ട് അടിച്ച് പേടിപ്പിച്ച് തൊട പൊട്ടിച്ച് അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അറിയുന്ന അധ്യാപകനായ ആളാണ് ഈ തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അവഹേളിക്കാനൊന്നുമല്ല, അദ്ദേഹത്തെ എല്ലാവിധ ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇതൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞു, ഈ മ്യൂസിക്കും ആട്ടവും പാട്ടവും ഒക്കെ ഇസ്ലാമിൽ ഹറാം ആയതുകൊണ്ട് ആ ഹറാമിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി എന്നൊക്കെ പല വിശ്വാസികളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർക്കെന്ത് ഹലാല് ഹറാമ്, ചാത്തപ്പനെന്ത് മഹ്ശറ എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർ ആക്ച്വലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഓപ്പണായിട്ട് പറയുമ്പോൾ എന്നോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യ ദേഷ്യമൊന്നും വെച്ചുകൊണ്ട് കാര്യമില്ല. ഇതൊരു ഫാക്റ്റാണ്. ഞാൻ മുമ്പുള്ള വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ച പോലെ പ്രത്യേകതരം സമാധാനം, പ്രത്യേകതരം കാരുണ്യം, പ്രത്യേകതരം ധാർമ്മികത, ഇതൊക്കെയാണ് ഇവരുടെ മുഖമുദ്രകൾ. യഥാർത്ഥത്തിൽ ഈ ആൺ പെൺ ചേർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പല വീഡിയോകളിലും നമ്മൾ കേട്ടു, ചാനൽ ചർച്ചകളിലും കേട്ടു. ഈ മസ്ജിദുൽ ഹറാമിൽ ഇവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ മിങ്കിളായിക്കൊണ്ടാണ് തവാഫ് ചെയ്യുക. ഈ ഹജ്ജിനും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മിങ്കിളായി തവാഫ് ചെയ്യുമ്പോൾ നടന്ന എത്രയോ കേസുകൾ, അഥവാ സ്ത്രീകളും പുരുഷന്മാരും മിങ്കിളായി കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ഈ പുരുഷന്മാർ അല്പവസ്ത്രധാരികളായിട്ടുള്ള പുരുഷന്മാരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൻ്റെ വേഷം എന്നാണ് പറയുക. ആ വേഷം, ആ ഒരു വെള്ള തുണിയും ഒരു തുണി പുതക്കാനും, ഇത് എന്താ പറയുക, ഒരു അല്പവസ്ത്രമല്ലേ. യഥാർത്ഥത്തിൽ അവരുടെ നോർമൽ വസ്ത്രം എന്താണ്? ഈ പറഞ്ഞ ആളുകളൊക്കെ നോർമലായിട്ട് ഒന്നുകിൽ അതിൻ്റെ ആദ്യം എന്താ പറയുക ഇന്നർ വെയറുകളിടും, അതിൻ്റെ പുറത്ത് തുണിയോ പാൻറ്റോ ഇടും, പിന്നെ ഇന്നർ മറ്റേ ബനിയൻ പോലുള്ള സംഭവങ്ങളിടും, അതിൻ്റെ മുകളിൽ ഷർട്ട് ഇടും, ബെൽറ്റ് ഇടും. ഇതെല്ലാമാണ് ഒരു മലയാളിയുടെ വേഷവിധാനം എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ പുറത്തു പോവുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇടാൻ പാടില്ല. സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളൊന്നും തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇടാൻ പാടില്ല. ഇഹ്റാമിൻ്റെ വേഷം എന്ന് പറയുന്നത് ഒരു ഒറ്റ തുണിയും ഒരു പുതക്കാനുള്ളൊരു തുണിയും, ഈ ഒരു സാധനം മാത്രമാണ്. ഇത് അല്പവസ്ത്രമല്ലേ? ഈ അല്പവസ്ത്രം ഇട്ടുകൊണ്ടാണ് ഈ കഅബക്ക് മുമ്പിൽ, കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത്. പരിശുദ്ധമായ ഒരു സ്പിരിച്വൽ ഏരിയയാണ്. അത്രയും പരിശുദ്ധമായ ഭവനത്തിൻ്റെ തൊട്ടടുത്ത് ഈ തവാഫ് എന്ന് പറയുന്ന ആ ഒരു ചുറ്റിക്കറങ്ങുന്ന ആ സംഭവം, ആ കറങ്ങുന്നത് അല്പവസ്ത്രം ധരിച്ച പുരുഷന്മാരാണ്. സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നുണ്ട്, പക്ഷെ പുരുഷന്മാർ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ഈ അല്പവസ്ത്രം ധരിച്ചത് കൊണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ചോദിക്കുന്നത്, മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന പരിശുദ്ധമായ ഭവനത്തിൽ അത്രയും ഭക്തിസാന്ദ്രമായ ആ ഒരു അവസ്ഥയിൽ ഈ അല്പവസ്ത്രം ധരിച്ച പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം സൗദി അറേബ്യൻ ഗവൺമെൻറ് എത്ര കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്, എത്ര സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള അല്പവസ്ത്രം പ്രശ്നമല്ല. പരിശുദ്ധമായ സ്ഥലത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവർക്ക് വിഷയമല്ല. ഇനി നമ്മുടെ കേരളത്തിൽ വന്നാലോ, ഈ വിവാദമുണ്ടാക്കിയ ആളുകളുടെ സമ്മേളനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഈ പ്രസംഗം കേൾക്കാനായിട്ട് വേദിയിൽ അല്ലെങ്കിൽ സദസ്സിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു മറ, ഒരു തുണിക്കഷ്ണം ഒരു മറയായിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഒരു വേദിയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥയോ, സ്ത്രീയും പുരുഷനും ഒക്കെ മിങ്കിളങ്ങിയല്ലേ. അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളെ കാണുന്നു, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ കാണുന്നു, പരസ്പരം പരിചയമുള്ളവരാണെങ്കിൽ പരിചയം പുതുക്കുന്നു, സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നില്ലേ. അവിടെ ഒന്നും ഇവർക്ക് ഈ മിങ്കിളിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല. ഈ സ്കൂളുകളെക്കുറിച്ച് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഭരിക്കുന്ന സർക്കാർ മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവിടെ പഠിപ്പിക്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്ന് ആഗ്രഹിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഹാലിളകി തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞപ്പോഴുള്ള അവസ്ഥ പോലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ മൂക്കിൻ്റെ തുമ്പത്ത് നടക്കുന്ന മദ്രസകളിൽ എന്ത് നടക്കുന്നുണ്ട് എന്ന് ഇവർ ചിന്തിക്കാറുണ്ടോ? ഈ മദ്രസകളിൽ അത്രയും പരിശുദ്ധമായ ഒരു ഗ്രന്ഥം പഠിപ്പിക്കുന്ന ആലയത്തിൽ ഈ പറയുന്ന ഉസ്താദുമാർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ? അതൊന്നും ഇവർക്ക് പ്രശ്നമില്ലേ? അവിടെ എന്ത് മിങ്കിളിങ് ഉണ്ടായിട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്? അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് തീരുമാനിക്കൂ. യഥാർത്ഥത്തിൽ ഓരോ കാര്യം പഠിച്ച് മനസ്സിലാക്കാതെ വേഗം അങ്ങോട്ട് ഇറങ്ങിച്ചാടി പുറപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു പൊതുസമൂഹമുണ്ട്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്കിതൊക്കെ മനസ്സിലാകും
എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചിന്തിക്കണ്ടേ? പിന്നെ വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ വലിയ ആന ചോദ്യം എന്നുള്ള ആൾക്ക് ചോദിച്ചതാണ്, ലഹരിക്ക് ഇതെങ്ങനെ പകരമാകുന്നു? ലഹരിക്ക് നല്ല ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പരിഹാരമാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ എക്സസൈസ് ഡെയിലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിതത്തിൻ്റെ ഒരു റൊട്ടീനായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. നമ്മൾ ഈ രാവിലെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമ്മൾ വയറ് നിറച്ച് തിന്നുക, എന്നിട്ട് കുറേ പരദൂഷണം ഇതൊക്കെ പറയുക, ഏതെങ്കിലും ആൾക്കാരെ മുഷിരിക്കാക്കാനോ കാഫിറാക്കാനോ മുർത്തദ് ആക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവരെ കാഫിർ മുർത്തദാക്കുക, ഇതല്ലേ നമ്മുടെ പണി. ഈ പണിയല്ലാതെ ഡെയിലി ഇത്ര മണിക്കൂർ എക്സസൈസ്, മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക് ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായിട്ട് ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അവരോട് നിങ്ങൾ ചെന്ന് ചോദിക്കൂ. ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ്റെ പേഴ്സണൽ ലൈഫിൽ സ്വകാര്യമായ ഒരുപാട് അസുഖങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യനെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള ദുസ്വഭാവങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ. കാരണം മനുഷ്യൻ്റെ ദുഷിച്ച ചിന്തകളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളെ ഇല്ലാതാക്കാൻ നമ്മൾ കൃത്യമായി എക്സസൈസുകൾ ചെയ്താൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ മോചനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരുപാട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മുടെ മക്കൾ ചെയ്യുന്നു അല്ലെങ്കിൽ സർക്കാർ അത് ചെയ്യിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏതായാലും അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ മുർത്തദ് മുശ്രിക്കാക്കാൻ തന്നെ സമയം തികയുന്നില്ല. അതിനിടക്ക് നമ്മുടെ മക്കളുടെ ഈ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരെ കൊണ്ട് ആ എക്സസൈസുകൾ ചെയ്യിപ്പിക്കാനൊന്നും നമുക്ക് സമയമില്ല. കാരണം നമുക്ക് മുർത്തദ് മുശ്രിക്കും കാഫിറൊക്കെ ആക്കിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരില്ലേ. അപ്പം പിന്നെ അതുമല്ല നമ്മുടെ വരുമാനവും മുട്ടിപ്പോവും. അപ്പോൾ അതിനാണ് നമുക്ക് സമയം. ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾ അതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി അത് മോഡേൺ രൂപത്തിൽ തന്നെ, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മോഡേണായ രൂപത്തിൽ തന്നെ അതിൻ്റെ ടെക്നിക്കുകളൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയി അത് പഠിച്ച് കണ്ട് മനസ്സിലാക്കി നമുക്കായി ഒരുക്കി തരുമ്പോൾ നമ്മൾ ഈ 6-ാം നൂറ്റാണ്ടിലെ തിയറിയും പ്രാക്ടിക്കലാക്കിയിട്ട് മുർത്തദ് മുശ്രിക്കാക്കി നടക്കുന്ന ഈ ആൾക്കാർ എന്താ അവരോടൊക്കെ പറയാനുള്ളത്? നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ചിന്താഗതികളുമായിട്ട് നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ജീവിക്കുവാണെങ്കിൽ ആളുകൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ചിന്താഗതി കൊണ്ട് നിങ്ങൾ സമൂഹ മധ്യത്തിൽ ഇറങ്ങിയിട്ട് അത് പ്രാക്ടിക്കലാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വയം, ഇപ്പം ഞാനും ആ ഡാൻസിൽ പങ്കെടുക്കുന്നില്ല, എൻ്റെ മകനും പങ്കെടുക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ പഠിപ്പിക്കുന്നൊരു സ്കൂളുണ്ട്, നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ പഠിക്കുന്നൊരു സ്കൂളുണ്ട്, അവിടെ നിങ്ങൾ രണ്ടാളെയും മാത്രം ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമോ? ബാക്കിയുള്ള കുട്ടികളൊക്കെ അത് ചെയ്യുമ്പോൾ അപ്പോൾ അത് അസാധ്യമാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ നമുക്കത് ചർച്ചയ്ക്ക് വെക്കാനും അതിന് പരിഹാരത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതുപോലുള്ളൊരു കാര്യമാണ് ഇത്. ഇതിലെന്ത് പ്രശ്നമാണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ ആദ്യം പറഞ്ഞ പ്രശ്നം അല്പവസ്ത്രം. അങ്ങനെ ഒരു അല്പവസ്ത്രം ഇല്ലെന്നും കുട്ടികൾ ഇട്ടുവരുന്ന യൂണിഫോമിൽ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും, ഇപ്പം നീന്തൽ പഠിക്കുന്ന കുട്ടി ഈ പറയുന്ന സ്കൂളിൽ വരുന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ലല്ലോ നീന്തൽ പഠിക്കാൻ പോകുന്നത്. നീന്തൽ പഠിക്കുന്നതിന് അവർക്ക് അതിൻ്റേതായ രൂപത്തിലുള്ള ഡ്രസ്സുണ്ട്. സ്കൂൾ യൂണിഫോമിൽ സ്കൂളിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമിലാണോ നീന്തൽ പഠിക്കാൻ പോവുക? അല്ല, അതിൻ്റേതായ ഡ്രസ്സുണ്ട്. മനുഷ്യന് ഒരല്പം തിരിച്ചറിവുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ആകെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും വേണ്ട, അത്തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓരോ ട്രാവൽ വ്ളോഗർമാർ ചെയ്യുന്ന എത്ര വീഡിയോകളുണ്ട്. അതെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ്റെ അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്താണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് നിദാനമായത് എന്നതിന് യാതൊരു വെളിവില്ലാത്ത രൂപത്തിലാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര ധാർമ്മികതയും സദാചാര ബോധമൊക്കെ ഇങ്ങനെ തുളുമ്പുന്ന തരത്തിൽ ഇതേപോലെ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ അടിക്കുന്ന ആളുകളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവമാണ്. ആ പ്രോഗ്രാമിൽ സംസാരിച്ച ക്ലാസ് എടുത്ത ഒരു മൗലവി, കേരളത്തിനകത്തും പുറത്തൊക്കെ അറിയപ്പെടുന്ന ഒരു മൗലവിയാണ്. ആ മൗലവി അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു സ്ത്രീ ആ മൗലവിയെ കണ്ടപ്പോൾ ഉസ്താദ് എന്നുള്ള നിലക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞു. ആ സമയം വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞതിന് ശേഷം ആ ഉസ്താദ് ആ സ്ത്രീയോട് പറയുന്നത് നിങ്ങളുടെ കൈ കുറച്ചുകൂടി ഇറക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയെല്ലാം സ്ത്രീയുടെ ഔറത്താണ്, അഥവാ നഗ്നതയാണ്, അത് കാണാൻ പാടില്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്ന ഇസ്ലാമിലുള്ളത്.
ആ സ്ത്രീയുടെ ഡ്രസ്സിൻ്റെ കൈ ഭാഗം ഒരല്പം കയറിയ നിലയിലാണ്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഉസ്താദ് ആ സ്ത്രീയോട് ഉപദേശിക്കുകയാണ്. ആ ഭാഗം നരകത്തിലാണ്, നരകത്തിൽ അങ്ങനെ ശിക്ഷയുണ്ട്, ഇങ്ങനെ ശിക്ഷയുണ്ട്, തല കീഴായിട്ട് തൂക്കിയിടും, മറ്റേതാക്കും മറിച്ചാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ എത്ര സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ ഒരു ഉസ്താദ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ, ഒരു മൗലവി എന്നുള്ള നിലക്ക് സലാം ചെല്ലിയത്. സലാം ചെല്ലാതെ മാറിപ്പോയാൽ മതിയായിരുന്നു. പക്ഷേ ആ ഉസ്താദിനെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട്, അതിൻ്റെ അടുത്തുകൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിയതാണ്. പക്ഷേ അതിന് വയറ് നിറച്ച് അന്നത്തെ ദിവസം കിട്ടി. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ ആ ഒരു ഉസ്താദിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആ പറഞ്ഞ മൗലവിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ കൊള്ളില്ല. അത്രയും വൃത്തികെട്ട രൂപത്തിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യുകയും സ്ത്രീകളുമായിട്ട് സല്ലപിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ മാന്യമായി വസ്ത്രം ധരിച്ച തൻ്റെ കയ്യൊരൽപ്പം കയറിപ്പോയിട്ടുണ്ട്, ആ ഡ്രസ്സിൻ്റെ കയ്യൊരൽപ്പം കയറിപ്പോയിട്ടുണ്ട്, അത് നരകത്തിലാണെന്നും പറഞ്ഞിട്ട് അത്രയും വലിയ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയത്. സ്വന്തം ജീവിതത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ അന്യ സ്ത്രീകളുമായിട്ട് ആ തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന വലിയ താടിയുള്ള തൂവെള്ള വസ്ത്രധാരിയായ ഇദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമൊക്കെ നരകവും പരലോകവും ഖബറും ഒക്കെ പറഞ്ഞിട്ട് കരയുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. വളരെ സീനിയറായിട്ടുള്ളൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ എമ്പാടുമുണ്ട്. പല പ്രസംഗങ്ങളിലും അദ്ദേഹം അങ്ങനെ അടഞ്ഞ് കരയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന അന്യ സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകൾ വേറൊരു തരത്തിലാണ്. അങ്ങനെയുള്ള ആളാണ് ഈ സ്ത്രീയുടെ കയ്യിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ധാർമ്മികതയും സദാചാരബോധവും ഒക്കെ ഒരു പ്രത്യേക തരം സദാചാരബോധമാണ്, ഒരു പ്രത്യേക ധാർമ്മിക ചിന്തയാണ്. നമുക്കൊന്നും പിടുത്തം കിട്ടാത്ത ഒരു തരം ധാർമ്മികതയും സദാചാരബോധമാണ്. പബ്ലിക്കിൽ ഒരു പ്രസംഗം നടത്തി, ഒരു മതപ്രഭാഷണം നടത്തി ഇറങ്ങി വരുമ്പോൾ ഈ തരത്തിലും, എന്നാൽ ഒറ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിൽ ജീവിക്കുകയും ചെയ്യുക. പ്രത്യേകതരം ധാർമ്മികത, പ്രത്യേകതരം ഖുശൂ, പ്രത്യേകതരം തഖ്വ, ഭയങ്കര തഖ്വയായിട്ടത്. ഇതാണ് ഇവരുടെയൊക്കെ ഈ പറയുന്ന സദാചാരബോധം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയല്ലേ വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇന്ന് 2025 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം വേണ്ടേ? അതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? ഇവർ പറയുന്ന മറ്റൊരു കാര്യം പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ പണ്ട് വിദ്യാഭ്യാസം നേടണമെന്ന് സ്ത്രീകൾ പഠിക്കാനും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എതിർത്തുകൊണ്ട് ഇവരുടെ തന്നെ പൂർവികരായിട്ടുള്ള ആളുകൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അന്ന് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന മതപ്രഭാഷണ പരമ്പരകളിലോ അല്ലെങ്കിൽ പ്രഭാഷണ വേദികളിലോ പറഞ്ഞിരുന്ന സാധനം ഇന്ന് ഫേസ്ബുക്കിൽ കുറിപ്പായി എഴുതിയിടുക, ഇത്രേ വ്യത്യാസമുള്ളൂ. പറയുന്നത് തിയറിയൊക്കെ ഒന്ന് തന്നെയാണ്. ഈ 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ തിയറി. ആ തിയറി മാറ്റാതെ എങ്ങനെ നമുക്ക് എന്ത് പുരോഗതി ഉണ്ടാവുമെന്ന് പറയുന്നത്? പിന്നെ ഇവരുടെ ധാർമ്മികതയുടെ സദാചാര ബോധത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അടിമ സമ്പ്രദായത്തിൽ അടിമകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അടിമകളുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഔറത്ത് അഥവാ അവരുടെ നഗ്നത അത് ഏതൊക്കെയാണെന്നുള്ള അവർ പറഞ്ഞ ആ തിയറികൾ, അവരുടെ നിയമാവലികൾ, ഇതിനെക്കുറിച്ച് ചെറിയൊരു പഠനം നടത്തിയാൽ മതി. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ എഴുതിയിട്ടുള്ള ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം, ഫിഖ്ഹി ഗ്രന്ഥം, ഈ കർമ്മശാസ്ത്രത്തിൽ നിങ്ങൾ എടുത്തതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവർ ഈ പറയുന്ന കാര്യങ്ങളും ആ കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സദാചാര ബോധം എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് പഠിച്ചാൽ മനസ്സിലാവും. ഈ സാധനം ഇവിടെ പ്രാക്ടിക്കലാക്കാനാണ് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പ്രാകൃതമായ ചിന്താഗതികളെ എതിർത്തുകൊണ്ട് ചർച്ചകളിലൊക്കെ സംസാരിക്കുമ്പോൾ താലിബാൻ ചാപ്പ ചുമത്തി ഞങ്ങളെ ഒതുക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ ഡയലോഗുകൾ അടിക്കുന്നു കേട്ടോ. ഈ താലിബാൻ ചാപ്പ എന്ന് പറയുന്നത് എന്താണ് ഈ താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും ഇതേ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയാം താലിബാനാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഈ ഫിഖ്ഹി ഗ്രന്ഥത്തിൽ മലയാളത്തിൽ അച്ചടിച്ചു വന്ന ഫതഹുൽ മൊയ്നിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ് അവരവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പെരുമാറുന്ന അടുക്കളക്ക് ജനൽ വേണ്ടാന്ന്. എന്തുകൊണ്ട്? ആ ജനലിലൂടെ അവർ പുറം ലോകം കാണുകയോ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് കാണുകയോ ചെയ്യും. അതുകൊണ്ട് ജനലുകൾ വേണ്ടാന്ന്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരിക്കുന്ന നാട്ടിൽ ഈ ജനലുകൾ വേണ്ട. സ്ത്രീകൾ പുരുഷന്മാർ ഈ മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണുന്നത്. ഇതിലേക്കല്ലേ ഈ പോക്ക്? പിന്നെ നിങ്ങൾ താലിബാൻ ചാപ്പ ചുമത്തുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ആ സെയിം സാധനം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഏതേതു കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ചത് മിനുക്ക് പണികളൊക്കെ നടത്തി കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് കൊണ്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് അതല്ലാതാകുന്നില്ലല്ലോ.
ഇതിൻ്റെ വേരുകൾ തേടി നാളെ വരാൻ പോകുന്നത് ഈ പറഞ്ഞ നിയമങ്ങളാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഈ 2025 നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഈ പറയുന്ന മ്യൂസിക് ഹറാം, ഫോട്ടോ എടുക്കൽ ഹറാം, വീഡിയോ എടുക്കൽ ഹറാം. ഇതൊക്കെ ഹറാമുകളാണെന്ന് പറഞ്ഞു നടന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് ഹറാം. ഇതൊക്കെ ഈ പറയുന്ന 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ചിന്താഗതികളിലുള്ള കാര്യങ്ങളാണ്. അത് പലതും ഇതുപോലെയുള്ള പോരാട്ടങ്ങൾ നടത്തി ഇച്ഛാശക്തിയോടുകൂടി അന്നത്തെ സർക്കാരും സാമൂഹിക പരിഷ്കർത്താക്കളും രംഗത്തിറങ്ങി അവർ ആ പറയുന്ന കാര്യങ്ങൾ ധൈര്യത്തോടുകൂടി നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിരുന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ പോസ്റ്റ് ഇടാൻ കഴിയുന്നില്ലേ. അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള പ്രാകൃതമായ ചിന്താഗതിക്കാർ അവിടെ ഈ പറയുന്ന രൂപത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ മൊബൈൽ എന്ന് പറയുന്ന സാധനമൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ പറയുന്ന വെസ്റ്റേൺ കൾച്ചറിലുള്ള വെസ്റ്റേണുകാർ കണ്ടുപിടിച്ച സകല സംഭവങ്ങളും സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾ 5 മിനിറ്റ് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റിൽ 10 വെസ്റ്റേൺ കൾച്ചറിലുള്ള വെസ്റ്റേൺ സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു ദിവസത്തെ കാര്യമില്ല പറഞ്ഞു, ഒരു ദിവസത്തിൽ 5 മിനിറ്റ് എടുത്താൽ അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിക്കുന്നത്. രാവിലെ നേരം വെളുത്ത് അവർ രാത്രി അന്തി ഉറങ്ങുന്നത് വരെ, അന്തി ഉറങ്ങുന്നതും എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചാണോ ഇവർ കിടന്നുറങ്ങുന്നത്? പ്രവാചകൻ കിടന്നിരുന്ന ഈ ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ടുണ്ടാക്കിയ പായ്കളിലാണ്. പ്രവാചകൻ്റെ ശരീരത്തിൽ അതിൻ്റെ അടയാളം കാണുന്നതൊക്കെ ഹദീസുകൾ വായിച്ചിട്ടില്ലേ? ഈ പറയുന്ന പണ്ഡിത പുരോഹിതന്മാർ എവിടെ കിടക്കുന്നത്? എത്ര രൂപയുടെ എത്ര ലക്ഷങ്ങളുടെയൊക്കെ ബെഡിൽ കിടക്കുന്ന പണ്ഡിതന്മാരില്ലേ? അവർക്കെന്താ അതിലൊന്നും പ്രവാചകൻ്റെ മാതൃകയില്ലേ? ആകെ പ്രവാചകൻ്റെ മാതൃക ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ അതുപോലുള്ള മനുഷ്യൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ പ്രവാചകൻ്റെ മാതൃകയുള്ളൂ. എന്നാൽ അതെന്നെ പാലിക്കുന്നുണ്ടോ? ഇല്ല. അടിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മൗലവിയുടെ അവസ്ഥയാണ്. അത് ഒരു മൗലവി അല്ലേന്നോ? അത് നിഷേധിക്കൂ, ആ പറയുന്ന സംഭവങ്ങൾ നിഷേധിക്കൂ. അപ്പോൾ ബാക്കി മൗലവിമാരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച എൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ സ്വന്തം ജീവിതത്തിൽ സ്വയം പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ടായി സ്വന്തം അണ്ടറിലുള്ള മദ്രസകളിൽ നടക്കുന്ന മിംഗ്ലിംഗ് കൊണ്ടാണോ അവിടെ ഈ പറയുന്ന പീഡനങ്ങൾ നടക്കുന്നത്? ചെറിയ കുട്ടികളെ അത്തരത്തിൽ പീഡിപ്പിക്കുന്ന അവസ്ഥ അതുണ്ടാകുന്നത് ഈ മിംഗ്ലിംഗ് കൊണ്ടാണോ? അവിടെ വേഷവിധാനം കൊണ്ടാണോ? ആ ഉസ്താദിൻ്റെ കയ്യിൽ നിങ്ങൾ പരിശുദ്ധമെന്ന് പറയുന്ന ആ ഗ്രന്ഥമില്ലേ? ആ മക്കളുടെ കയ്യിൽ ആ ഗ്രന്ഥമില്ലേ? ആ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പരിശുദ്ധം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലെ പരിശുദ്ധമായ ഏടുകളല്ലേ, വാക്യങ്ങളല്ലേ, ആയത്തുകളല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ആ ഉസ്താദുമാർക്ക് അത്തരത്തിൽ പിഞ്ചു പൈതങ്ങളോട് തങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നു? അതെന്തുകൊണ്ടാണ്? എന്ത് മിംഗ്ലിംഗ് കൊണ്ടാണ്? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചാടിക്കേറി അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിൻ്റെ വരും വരായികളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പഠിച്ച ശേഷം അഭിപ്രായങ്ങൾ പറയുക. അല്ലാതെ ഒരു ഗുണം ഉണ്ടാകും, കുറച്ച് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ കഴിയും എന്നതിലപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു വാല്യൂം നമ്മുടെ പൊതുസമൂഹം കാണുന്നില്ല. എന്നിട്ട് ഇത്രയും ദിവസത്തെ കോലാഹലങ്ങൾക്ക് ശേഷം ഇതേ മതസംഘടനയുടെ മാതൃസംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞേ? ഇത് അനാവശ്യ വിവാദങ്ങളാണ്, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വേണ്ട. അവർ ഈ പറയുന്ന സുംബ ഡാൻസ് അംഗീകരിക്കുന്നു. അപ്പോൾ അതുവരെ സംസാരിച്ച് വായിട്ട് അടിച്ചതിന് എന്ത് ഗുണമുണ്ടായത്? അപ്പോൾ അത്തരത്തിലുള്ള പ്രാകൃതമായ ചിന്താഗതിയിലേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാതെ മനുഷ്യൻ്റെ ബുദ്ധിക്കും അവൻ്റെ വൈജ്ഞാനികമായ പുരോഗതിക്കും ഒക്കെ ഉതകുന്ന തരത്തിൽ അതത് സർക്കാരുകൾ എടുക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മൾ അതിൽ ഇഴുകിച്ചേരുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ വരും തലമുറക്ക് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന താടിയും മുക്കാൽ പാൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറിയിൽ നിങ്ങൾ ഗൾഫ് പണം കൊണ്ടൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരമുണ്ട്, ഗൾഫിൻ്റെ അറേബ്യൻ സംസ്കാരം. ആ അറേബ്യ പോലും, ആ സംസ്കാരം ഇങ്ങോട്ട് കയറ്റി അയച്ച അറേബ്യയിൽ, സൗദിയിൽ പോലും ഇന്ന് എന്താ നടക്കുന്നത്? ആ സൗദി പോലും അതൊക്കെ പാടെ ഉപേക്ഷിക്കുന്നൊരവസ്ഥയിലാണ്. പതുക്കെ ഓരോ കാര്യങ്ങൾ അവിടെ അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ബോധ്യം വന്നു, അവിടെ ഭരിക്കുന്ന ആളുകൾ പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചു, അത് പഠിച്ച് വിദ്യാഭ്യാസം നേടി തിരിച്ചറിവുണ്ടായി. അവരത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചാക്കിൽ നിറച്ചിട്ട് ഇവിടെ അത് പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളീ പറയാൻ ശ്രമിക്കുന്ന സദാചാര ധാർമ്മിക ബോധമില്ലേ, അത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണുള്ളത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണ്ടേ? ഈ പറഞ്ഞ ഫത്വൽ മൊയ്നിലും
അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ നിങ്ങൾ എങ്ങനെ പെരുമാറിയത്, നമ്മളുടെ ചാനലിൽ തന്നെ നിങ്ങളുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയ സ്വഹാബത്ത് എന്ന് പറയുന്ന മഹത് വ്യക്തികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിച്ച് ഓരോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നെ പ്രിയപ്പെട്ടവർ, അതൊന്നും കാണും. അതിലൊരു തെറിവിളിയുമില്ല, ആരെ അവഹേളിക്കുന്നില്ല, ആരുടെ മേത്തും കുതിര കയറുന്നില്ല. ചരിത്ര ഗ്രന്ഥത്തിൽ എന്താണോ ഉള്ളത് അതുപോലെ വായിച്ച് നിങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ധാർമ്മിക ബോധവും സദാചാര ബോധവും ഇല്ലേ, ഈ 2025 നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത്രയും മ്ലേച്ഛകരമാണ്, പ്രാകൃതമാണ്. ആ സാധനമാണ് നിങ്ങളിവിടെ ഇപ്പോൾ പരസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് പറയുന്ന നിങ്ങൾക്കോ, അന്നത് പറഞ്ഞിരുന്ന 1400 കൊല്ലം മുമ്പ് അത് പറഞ്ഞ അല്ലെങ്കിൽ അവതരിപ്പിച്ച ആളുകൾക്ക് അടിമ സ്ത്രീകളുടെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കളിനിടയിലുള്ളത്, പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കളിനിടയിലുള്ളത്, അതേപോലെ തന്നെ അടിമ സ്ത്രീകളുടേത്. അവരുടെ മാരടങ്ങൾ കാണുന്നതിനോ അത് സ്പർശിക്കുന്നതിനോ അത് സ്പർശിച്ചുകൊണ്ട് അവരെ വിലക്ക് വാങ്ങുന്നതിനോ ഒന്നിനും ഒരു തടസ്സവുമില്ല. ഈ ധാർമ്മിക സദാചാര ബോധമല്ലേ മതം പഠിപ്പിക്കുന്ന, ഇസ്ലാം എന്ന് പറയുന്ന മതം പഠിപ്പിക്കുന്ന ധാർമ്മിക സദാചാര ബോധമല്ലേ? ഇത് ഗ്രന്ഥങ്ങളിൽ കിടക്കുമ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ തരത്തിൽ സുംബ ഡാൻസിനെതിരെയും അതുപോലെയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത പലരും ഡോക്ടർ, MBBS ഡോക്ടറും അതുപോലെ തന്നെ പല തസ്തികകളിലുള്ളവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. ഈ സംസാരിക്കുന്ന ആൾ, ആ വിവാദം ഉണ്ടാക്കിയ ആൾ അധ്യാപകൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചർച്ചകളിലൊക്കെ വരുന്നത് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ പഠിക്കുന്ന കോളേജുകളിൽ, ഇപ്പോൾ MBBSന് പഠിക്കുന്ന കോളേജിൽ ഈ പറയുന്ന ആണും പെണ്ണും മിക്സഡ് ആയിട്ടല്ലേ ഇവർ പഠിച്ചത്. ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളൊക്കെ കോളേജിലേക്ക്, ക്യാമ്പസിലേക്ക് കയറുമ്പോഴേ തന്നെ തല ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഒരാളുടെയും മുഖത്ത് നോക്കാതെ, സ്ത്രീകളുടെ ശബ്ദം കേൾക്കാതെ, സ്ത്രീകളായിട്ടുള്ള അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അന്യ സ്ത്രീയുടെ ശബ്ദം വേണമെന്നുള്ളവർക്ക് ചെവിയിൽ മൂക്കിലൊക്കെ പഞ്ഞി വെച്ചിട്ടാണോ ക്ലാസ് റൂമിൽ ഇരുന്നത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഹലാലും മറ്റോൻ ചെയ്യുമ്പോൾ അത് ഡാഷ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്കത് ചെയ്യാം, അവർക്കത് പഠിക്കാം. ഈ MBBS പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർ അന്യ സ്ത്രീയുടെ അല്ലെങ്കിൽ അന്യ പുരുഷരുടെ നഗ്നമായ ശരീരത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങൾ പഠിക്കുന്നത്. ആ അന്യ സ്ത്രീയുടെ ഔറത്ത് അല്ലെങ്കിൽ അന്യ പുരുഷൻ്റെ ഔറത്ത് ആണും പെണ്ണും ഒക്കെ ഒരുമിച്ചിരുന്നാണ് കണ്ടു പഠിക്കുന്നത്. മിങ്കിൾ ചെയ്തുകൊണ്ട് നഗ്നമായ ശരീരത്തിലാണ് അവർ പഠിക്കുന്നത്. പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഒക്കെ നഗ്നമായ ഡെഡ് ബോഡിയിൽ അവർ ഈ വിദ്യാഭ്യാസം നേടുകയാണ്. എങ്ങനെ? ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച്. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഇനി പ്രണയം ഭയങ്കര തെറ്റാ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ, അദ്ദേഹം ഭയങ്കര ഇത്തരം വിഷയങ്ങളിലൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൾ എത്രയോ വർഷം മറ്റൊരു പുരുഷനെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻക്ക് പ്രണയിക്കാം, വിവാഹം കഴിക്കാം. വേറെ ആരെങ്കിലും പ്രണയിച്ചാൽ അത് ഭീകര തെറ്റാണ്, അത് വ്യഭിചാരമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ പ്രണയിച്ചാൽ അത് ഹലാലൻ തൊയ്യിബ, ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു കാര്യം, ഹലാലായ തൊയ്യിബായിട്ടുള്ള കാര്യം. എന്നാൽ ബാക്കിയുള്ള സാധാരണ വിശ്വാസികൾ ചെയ്താൽ ഹറാമ്, വ്യഭിചാരം, കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ശിക്ഷ അല്ലേ? ഇതല്ലേ പ്രത്യേകതരം കാരുണ്യവും പ്രത്യേകതരം സമാധാനവും? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്രക്ക് പച്ചക്ക് പറയുന്നത്. ഈ പച്ചക്ക് പറയുന്നത് അത്രയധികം മനസ്സൊക്കെ വേദനിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ പറയുന്ന സമാധാനവും ഈ കാരുണ്യവും ഈ ശാന്തിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെറും തട്ടിപ്പുകളാണ്. യഥാർത്ഥത്തിൽ പടച്ചവൻ നമുക്ക് നൽകിയ വിശേഷ ബുദ്ധിയില്ലേ, പടച്ചവൻ നൽകിയ വിശേഷ ബുദ്ധിയാണല്ലോ ഉള്ളത്. ആ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ, ഹൃദയം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് ചിന്തിക്കൂ. അപ്പോൾ ഇത് മനസ്സിലാകും. ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പുറം രാജ്യങ്ങൾ, ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടുന്നവരാണ്. അവരൊക്കെ സത്യത്തിൽ ഇത്തരം ചർച്ചകൾ തന്നെ കേൾക്കുമ്പോൾ അസംബന്ധം എന്ന് പറയാനാണ് സാധ്യത. കാരണം ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്ന് പറയുന്ന എത്രയോ വിദ്യാർത്ഥിനികളുണ്ട്. വീഡിയോകൾ നമ്മൾ കണ്ടതല്ലേ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടും അവിശ്വാസികളോടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാനുള്ളതെന്നറിയോ, നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ആണിനെയും പെണ്ണിനെയും ഒക്കെ ബയോളജിക്കലി എന്തൊക്കെ ഡിഫറൻസുകളുണ്ടെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ തയ്യാറാവുക. ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മളെല്ലാവരും മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ചിന്താഗതികൾ പേറുന്നവരും അതേപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ അയാളുടെ പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് ഇടിച്ചു കയറി പോകാനോ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും നിലക്ക് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വേണം. ഇതാണ് പുതിയ തലമുറ പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
ഒരാളോട് നമ്മൾ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു, അയാളുമായിട്ട് അവർക്കൊരു സൗഹൃദം വേണമെങ്കിൽ രണ്ടാൾക്കും തോന്നിയാൽ മാത്രമാണ് അവർ തമ്മിലൊരു സൗഹൃദം തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ജസ്റ്റ് കണ്ടു പരിചയപ്പെട്ടു, അവിടെ നിൽക്കുകയാണ് ആ ബന്ധം. അല്ലാതെ ഒരാണ് ഒരു പെണ്ണിനോട് ഒരു യാത്രയിൽ പരിചയപ്പെട്ടു, സംസാരിച്ചു, അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവർ ചിന്തിക്കുന്നത് അങ്ങേ അറ്റത്താണ്. അതേപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഈ പറയുന്ന ഇന്നർ വെയറുകളിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ പർദ്ദ ബുർഖ മൊത്തം മൂടുന്ന അവസ്ഥ. ഈ രണ്ട് വസ്ത്രങ്ങൾക്കിടയിലുള്ള വസ്ത്രങ്ങളെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കില്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ യൂണിഫോമോ വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് തന്നെ അതിനെ സെക്ഷുവലായിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെ പോകുന്നൊരവസ്ഥ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വകതിരിവില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വകതിരിവോടുകൂടി പ്രവർത്തിക്കുക. പീഡനങ്ങൾ നടക്കുന്നതും ദുരുപയോഗങ്ങൾ നടക്കുന്നതൊക്കെ മദ്രസയിൽ നടക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ കഅബാലയത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെങ്കിലും മനസ്സിലാക്കിക്കൂടെ? മനുഷ്യൻ സ്വയം വിചാരിക്കണം, അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് മനുഷ്യൻ സ്വയം ചിന്തിച്ച് വകതിരിവോടുകൂടി അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യൻ വിചാരിച്ച മതമുള്ളവനും മതമില്ലാത്തവനും കഴിയുന്ന കാര്യമാണ്. മതമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ തെറ്റ് ചെയ്യാത്തൊരവസ്ഥയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മദ്രസയിൽ അത് കാണണ്ടേ? മദ്രസയിൽ അത് കാണുന്നില്ല, പരിശുദ്ധ കഅബാലയത്തിൻ്റെ തൊട്ടടുത്ത് അത് കാണുന്നില്ലെങ്കിൽ മതം അതിൽ നിന്ന് തടയുന്നില്ല എന്ന് മനസ്സിലായില്ലേ? മനുഷ്യൻ സ്വയം വിചാരിച്ചാലേ ഇതൊക്കെ തടയാൻ പറ്റുള്ളൂ. മനുഷ്യൻ സ്വയം നന്നാകുക, അതേ ഉള്ളൂ ഇതിന് സൊല്യൂഷൻ. അതിന് മതം എന്തോ ഒരു സംഭവമായിട്ട് അതിൻ്റെ ഇടയിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, ഏതേത് കാര്യങ്ങളിലും മതം കലർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും മതം അതിനിടയിൽ കുത്തിക്കയറ്റിയിട്ട് സംസാരിക്കുന്ന ആ ഒരു പ്രവണതയൊക്കെ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, അതിൻ്റെ അകത്ത് മതം കയറ്റിയിട്ട് സംസാരിച്ചതൊക്കെ. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവരത്രയേറെ വിമർശിക്കപ്പെടുന്നതും അവരത്രയേറെ സമൂഹം പരിഹസിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിന്നൊക്കെ മാറി മനുഷ്യത്വപരമായി ചിന്തിച്ച് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും ആണായാലും പെണ്ണായാലും ഒക്കെ ആരാണെങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ അപരന് വിഷമമുണ്ടാക്കുന്ന, അപരൻ്റെ ബൗണ്ടറിയിൽ കടന്നു കയറ്റിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്ത് പ്രവൃത്തിയാണെങ്കിലും അത് സെക്ഷുവലി തന്നെ ആകണമെന്നില്ല, ഏത് തരത്തിലുള്ള നോട്ടമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കടക്കാതെ സ്വയം കൺട്രോൾഡായി സ്വന്തം പേഴ്സണാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സ്വന്തം പേഴ്സണാലിറ്റിയെ കീപ്പ് ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കാനും നല്ല മാതൃകാപരമായ പുരോഗതി പ്രാപിച്ച ആളുകളായി നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മാറാൻ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കിടയിൽ നമുക്കൊക്കെ കിട്ടിയ തിരിച്ചറിവുകളിൽ നിന്ന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അത് നിങ്ങളെയെല്ലാം സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ സംസാരം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ശുഭദിനം.